പ്രിയപ്പെട്ടവരെ, ഈ ലക്കമാഴ്ച വട്ടം ചർച്ച ചെയ്യുന്നത് മുസ്ലിങ്ങളെ എല്ലാം അപരവൽക്കരിക്കുന്ന, വർഗീയ വിഭജനം സൃഷ്ടിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങളെക്കുറിച്ചാണ്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 3ാം ഘട്ടത്തിലേക്ക് രാജ്യം എത്തുകയാണ്. അത്തരമൊരു ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും RSS BJP നേതാക്കളെല്ലാം ചേർന്ന് വർഗീയ വിദ്വേഷ പ്രചരണം തീവ്രമാക്കിയിരിക്കുന്നത്. 2 ഘട്ടങ്ങളിലായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ഇതിനകം നടന്നു കഴിഞ്ഞിട്ടുള്ള സംസ്ഥാനങ്ങളിലെ പോളിംഗിലുണ്ടായ കുറവും, മഹാരാഷ്ട്ര, ബീഹാർ, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ BJPക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന നിലയിൽ പുറത്തു വന്ന റിപ്പോർട്ടുകളുമാണ് കടുത്ത വർഗീയ വിദ്വേഷ പ്രചാരണങ്ങളിലേക്ക് നീങ്ങാൻ നരേന്ദ്രമോദിയെയും കൂട്ടാളികളെയും നിർബന്ധിതമാക്കിയത് എന്ന് തന്നെ വേണം കരുതാൻ. 1ാം ഘട്ടത്തിൽ ഉണ്ടായതുപോലെ തന്നെ 2ാം ഘട്ട പോളിംഗും കുറഞ്ഞതോടെയാണ് മോഡിയുടെ പരിഭ്രാന്തി, വേവലാതി വർദ്ധിച്ചതും അതുപോലെ തന്നെ ഭൂരിപക്ഷ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് കടുത്ത നിലയിൽ മുസ്ലിം വിരുദ്ധത ഇപ്പോൾ ചീറ്റിക്കൊണ്ടിരിക്കുന്നതും. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ മുസ്ലിം വിരുദ്ധത വലിയ തോതിൽ പ്രകടിപ്പിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഒരു സാധാരണ RSS പ്രചാരകനെ പോലെ അതിനേക്കാളും തരംതാണ നിലയിൽ, യഥാർത്ഥത്തിൽ ഹീനമായ നിലയിൽ അവിടെ ഉറഞ്ഞു തുള്ളുന്ന നില സ്വീകരിച്ചത്. നരേന്ദ്രമോദി മാത്രമല്ല, അമിത്ഷായും യോഗി ആദിത്യനാഥും അതുപോലെ BJP അധ്യക്ഷനും അനുരാഗ് താക്കൂറുമെല്ലാം നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രചാരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാജ്യമാകെ ഇത്തരം സമീപനം സ്വീകരിച്ചുകൊണ്ട് വർഗീയ വിഷം പരത്തുകയാണ് ഇവരെല്ലാം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ വിദ്വേഷ പ്രചാരണങ്ങൾ തടയാനും അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കൂച്ചുവിലങ്ങിടാനും തയ്യാറാവാതെ നിസ്സഹായാവസ്ഥയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അങ്ങേയറ്റം മോശമായ നിലയിലാണ് നരേന്ദ്രമോദി കർണാടകയിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രസംഗിച്ചത്. പ്രതിപക്ഷം ഹിന്ദു രാജാക്കന്മാരെ അവഹേളിക്കുകയാണെന്നും ഔറംഗസേബിനെ പോലുള്ള മുസ്ലിം ഭരണാധികാരികളുടെ ക്രൂരതകളെക്കുറിച്ച് പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാർ മിണ്ടുന്നില്ല എന്നുമൊക്കെയാണ് നരേന്ദ്രമോദി തൻ്റെ പ്രസംഗത്തിലുടനീളം ആക്ഷേപിച്ചിരിക്കുന്നത്. നവാബുമാരും അതുപോലെ നിസാമുമാരും സുൽത്താൻമാരും ബാദുഷകളും എല്ലാം ചരിത്രത്തിൽ നടത്തിയ ക്രൂരതകളെക്കുറിച്ചും ഔറംഗസേബ് തകർത്ത ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളെക്കുറിച്ചും ഒന്നും പ്രതിപക്ഷം മിണ്ടുന്നില്ല, പ്രതിപക്ഷം മൗനം പാലിക്കുകയാണ് എന്നൊക്കെയാണ് യാതൊരു ചരിത്രബോധവുമില്ലാത്ത വർഗീയവാദിയുടെ നിലയിലേക്ക് തരംതാണുകൊണ്ട് നരേന്ദ്രമോദി ആരോപിച്ചിരിക്കുന്നത്. മോഡിക്ക് അനുസൃതമായ രീതിയിൽ തന്നെയാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രതിപക്ഷം രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ പശുമാംസം കഴിക്കാൻ അവകാശം കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ഹീനമായ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. യോഗി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ മറ്റു ചില പരാമർശങ്ങളും നടത്തുന്നു. മുസ്ലിങ്ങളെ OBC പട്ടികയിൽ ഉൾപ്പെടുത്താൻ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുകയാണെന്നും അവർ അയോധ്യ ക്ഷേത്ര നിർമ്മാണം തടയാനാണ് ശ്രമിച്ചതെന്നും എല്ലാം യോഗിയും അതുപോലെ അമിത്ഷായും എല്ലാം തട്ടിവിടുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ 21-ന് 1ാം ഘട്ട പോളിംഗ് ശതമാനം ഇടിഞ്ഞതോടെ BJPയുടെ പ്രതീക്ഷകൾക്ക് വലിയ തോതിൽ മങ്ങലേറ്റിരിക്കുകയാണ്. അതോടെയാണ് നരേന്ദ്രമോദി രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ തീവ്ര വർഗീയത ചീറ്റുന്ന പ്രചരണങ്ങൾക്ക് തുടക്കമിട്ടത്. മുസ്ലിങ്ങളെല്ലാം നുഴഞ്ഞുകയറ്റക്കാരാണെന്നും ഇന്ത്യ കൂട്ടായ്മ നുഴഞ്ഞുകയറ്റക്കാർക്ക് രാജ്യത്തിൻ്റെ സ്വത്തെല്ലാം വീതം വെച്ച് കൊടുക്കുകയാണെന്നും മുസ്ലിങ്ങൾ പെറ്റുപെരുകുകയാണ് ഈ രാജ്യത്ത് എന്നൊക്കെയുള്ള അത്യന്തം വിഷലിപ്തമായ വർഗീയ പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്.
ഇന്ത്യ കൂട്ടായ്മ അധികാരത്തിൽ വന്നാൽ ഹിന്ദു സ്ത്രീകളുടെ താലിമാലയിൽ പോലും അവർ കൈവെക്കുമെന്നും പിന്നോക്ക ജാതിക്കാരുടെ സംവരണം വെട്ടിക്കുറച്ച് അതെല്ലാം മുസ്ലിങ്ങൾക്ക് നൽകുമെന്നും പിന്നോക്ക വിഭാഗക്കാരുടെ കുടുംബത്തിൽ 2 പേർക്ക് ജോലിയുണ്ടെങ്കിൽ അതിലൊന്നെടുത്ത് മുസ്ലിങ്ങൾക്ക് കൈമാറുമെന്നും ഒക്കെയുള്ള വിദ്വേഷം പരത്തുന്ന പച്ചയായ നുണകളാണ് നരേന്ദ്രമോദി തട്ടിവിട്ടിരിക്കുന്നത്. മോഡിയുടെ ഇത്തരത്തിലുള്ള പ്രസംഗം ഏറ്റുപിടിച്ചുകൊണ്ടാണ് BJP അധ്യക്ഷൻ നദ്ദയും അനുരാഗ് താക്കൂറും രാജ്യമെമ്പാടും വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ, വിഷം ചീറ്റുന്ന പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ബെൻസ്വാഡയിൽ കടുത്ത വർഗീയ പ്രചരണവും തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനവും നടത്തിയിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP അധ്യക്ഷനൊരു നോട്ടീസ് അയക്കുകയല്ലാതെ ഇതുവരെ യാതൊരുവിധ നടപടിയും നരേന്ദ്രമോദിക്കെതിരെ സ്വീകരിച്ചിട്ടില്ല എന്നതും വസ്തുതയാണ്. 2019 മുതൽ നരേന്ദ്രമോദി നടത്തിയ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് 27 പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിലുണ്ട്. ഇതിൽ 12 പരാതികളും മതവിദ്വേഷം പടർത്തിയെന്ന കുറ്റം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിലൊന്നിൽ പോലും ഒരു നടപടിയും ഇന്നേ വരെ സ്വീകരിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി എൻ്റെ ജീവനുള്ള കാലത്തോളം മുസ്ലിങ്ങൾക്ക് സംവരണം നൽകില്ല എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഒരു മതനിരപേക്ഷ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വെറുമൊരു ലോ ക്ലാസ് RSS പ്രചാരകനായി അധപ്പതിച്ചു പോകുന്നതാണ് ഇതിലൂടെയെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ സമ്പത്തും വിഭവങ്ങളും അതുപോലെ തൊഴിലവസരങ്ങളുമെല്ലാം മുസ്ലിങ്ങൾ കവർന്നു കൊണ്ടുപോവുകയാണെന്നും അതിനായി പ്രതിപക്ഷം പ്രവർത്തിക്കുന്നു എന്നും പ്രചരിപ്പിച്ച് ഭൂരിപക്ഷ ധ്രുവീകരണം തങ്ങൾക്ക് അനുകൂലമാക്കി സൃഷ്ടിക്കുന്നതിനുള്ള കുറ്റകരമായ വർഗീയ പ്രചരണമാണ് മോഡിയും സംഘപരിവാർ നേതാക്കളുമെല്ലാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം അപരവൽക്കരണവും മതപരമായ വിഭജനവും സൃഷ്ടിക്കുകയാണ് RSS BJP നേതാക്കൾ ഇതിലൂടെ ചെയ്യുന്നത്. ഇതിനെതിരെ അതിശക്തമായ നിലയിൽ മതനിരപേക്ഷ ശക്തികളുടെ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 3ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ BJPയുടെ സ്റ്റാർ ക്യാമ്പയിനറായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലികൾക്ക് ആളെ കൂട്ടുന്നതിന് കഴിയാത്ത വിഷമത്തിലാണ് നേതാക്കളെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കടുത്ത വിദ്വേഷ പ്രചാരണത്തിലേക്ക് മോഡി എത്തിയിരിക്കുന്നത് റാലിക്ക് ആളെ കൂട്ടാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലമാണെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകന്മാരും ചില മാധ്യമങ്ങളുമെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. പാകിസ്ഥാനെയും മുസ്ലിങ്ങളെയും സംരക്ഷിക്കാനാണ് ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നതെന്നും അതുപോലെ പ്രതിപക്ഷം ദേശീയ വിരുദ്ധരാണെന്ന രീതിയിലുമൊക്കെയാണ് നരേന്ദ്രമോദിയുടെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ മുന്നോട്ട് പോകുന്നത്. 3ാം ഘട്ട പ്രചരണത്തിലേക്ക് എത്തുമ്പോൾ നരേന്ദ്രമോദിയുടെ പല പ്രചാരണ യോഗങ്ങളിലും കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലുമെല്ലാം പ്രചരിക്കുന്നു. മോഡി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സദസ്സിൽ നിന്ന് കൂട്ടത്തോടെ ആളുകൾ ഇറങ്ങിപ്പോകുന്നതും ഇപ്പോൾ പതിവ് ദൃശ്യമായിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ദേശീയ മാധ്യമങ്ങൾ മോഡിയുടെ യോഗങ്ങളുടെ സദസ്സിൻ്റെ ചിത്രങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കുന്നത്. എന്തെല്ലാം വിശദീകരണങ്ങൾ ഉണ്ടായാലും ഏതെല്ലാം വിധത്തിലുള്ള വിശദീകരണങ്ങൾ ഉണ്ടായാലും പ്രതിപക്ഷ ഐക്യവും മതനിരപേക്ഷ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള അഭിവാഞ്ചകളും എല്ലാം രാജ്യമെമ്പാടും മോഡി വിരുദ്ധമായ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ്. അത് നാം കാണേണ്ടതായിട്ടുണ്ട്. രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കുന്നതിനെതിരെ ഇന്ത്യ ഒന്നായി മുന്നോട്ട് വരുന്നതും ഇന്ത്യ ജയിക്കുന്നതുമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് മോഡിയുടെ പരിഭ്രാന്തിയിലും ഉറഞ്ഞുതുള്ളലിലും എല്ലാം എത്തിക്കുന്നത് എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. പ്രതിപക്ഷം ജയിക്കുന്നതിന് പാകിസ്ഥാൻ പ്രാർത്ഥിക്കുന്നു എന്നതുപോലുള്ള അങ്ങേയറ്റം വിഷലിപ്തമായ അസംബന്ധം നിറഞ്ഞ പ്രചാരവേലകളാണ് പ്രധാനമന്ത്രി ഇപ്പോൾ നടത്തുന്നത്. ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് റാലികളിലാണ് മോഡി പ്രതിപക്ഷത്തിൻ്റെ ജയത്തിനായി പാകിസ്ഥാൻ പ്രാർത്ഥിക്കുകയാണ് എന്നാക്ഷേപിച്ചത്. ഇന്ത്യ കൂട്ടായ്മ അധികാരത്ത് വന്നാൽ നിലവിലുള്ള SC ST അതുപോലെ OBC ഈ വിഭാഗങ്ങൾക്കെല്ലാം ഭരണഘടനാനുസൃതമായിട്ടുള്ള സംവരണം എല്ലാം പിൻവലിച്ച് മുസ്ലിങ്ങൾക്ക് നൽകുന്നതിനായി ഭരണഘടന ഭേദഗതി ചെയ്യുമെന്ന് വരെ മോഡി ആരോപിക്കുകയാണ്.
തെലങ്കാനയിലെ സഹീറാബാദിൽ നടന്ന പ്രചാരണ യോഗത്തിൽ എൻ്റെ ജീവനുള്ളിടത്തോളം കാലം മുസ്ലിങ്ങൾക്ക് സംവരണം അനുവദിക്കില്ല എന്നതുപോലുള്ള അങ്ങേയറ്റം വിശലിപ്രദമായ വാചകമടികളാണ് മോഡി കൃത്യമായ വർഗീയ വിഭജന ലക്ഷ്യത്തോടെ നടത്തിയത് എന്നുള്ളതും നാം മനസ്സിലാക്കുന്നു. രാജ്യത്തിൻ്റെ ഐക്യവും സമാധാനവും സൗഹാർദ്ദവും തകർക്കുന്ന വിധത്തിലാണ് നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളെല്ലാം നടക്കുന്നത്. ഭരണഘടനാ വിരുദ്ധവും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ തുടർച്ചയായി ലംഘിക്കുന്നതുമായ പ്രധാനമന്ത്രിയുടെ പ്രചാരണങ്ങൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കാൻ തയ്യാറാകാതെ മാറി നിൽക്കുകയാണ്. രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെയും ഭരണഘടനയെയും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തൃണവിൽ ഗണിച്ചുകൊണ്ട് ആണ് മോഡി വർഗീയ വിദ്വേഷ പ്രചരണം നടത്തി മുന്നോട്ട് പോകുന്നത്, തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത്തരം ഹീനമായ പ്രചാരണങ്ങൾക്കും സമീപനങ്ങൾക്കും നീക്കങ്ങൾക്കുമെല്ലാം എതിരായി രാജ്യത്തെ മതനിരപേക്ഷ മനസ്സുകൾ സംഘടിതമായി മുന്നോട്ട് വന്ന് ഇതിനെ തടയാൻ, പ്രതിരോധിക്കാൻ നിലപാടെടുക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു.